എന്താ? ഈ കുടുംബ സംവിധാനത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്, ആശയങ്ങൾ. അതിൽ ഒന്നാണെന്ത്? മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന ഒരാശയം. എന്താ അത് പറഞ്ഞാൽ? എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ്. അഥവാ ഞാൻ എന്തു ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതിൽ വാപ്പാക്കോ ഉമ്മാക്കോ സമൂഹത്തിനോ നാട്ടുകാർക്കോ രക്ഷിതാക്കൾക്കോ ഭരണകൂടത്തിന് വരെ എന്തില്ല, അതിൽ യാതൊരു നിലക്കും ഇടപെടാൻ പറ്റൂല. ഞാൻ എന്താകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഈ സിദ്ധാന്തമാണ് പല രീതിയിൽ ഇന്ന് നമ്മുടെ മക്കളിലേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? ഉപദേശങ്ങളോട് വെറുപ്പുള്ള ഒരു തലമുറയാക്കി മാറ്റുക. ഇപ്പം നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ളൊരു പദമാണെന്ത്? തന്ത വൈബ് അല്ലേ? തള്ള വൈബ്. ഈ തന്ത വൈബും തള്ള വൈബും. ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞ ഒരാൾ സംസാരിച്ചാൽ അത് തന്ത വൈബാണ്. അത് ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർക്ക് എന്തല്ല, അവർക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു മകനെങ്ങളൊന്ന് ഉപദേശിക്കാൻ വിളിച്ചു നോക്കി, അവൻ വന്നിങ്ങനെ നിൽക്കും. അവൻ അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നെ ഉപദേശിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ബലം വെച്ചിട്ടോ നിൽക്കുക. പറഞ്ഞോളി ഞാൻ കേട്ടോളാം. എന്നിട്ട് അവസാനം കഴിഞ്ഞില്ലേ എന്നാൽ ഞാൻ പോട്ടെ. ഒന്നും തലയ്ക്ക് കയറൂല. ഇങ്ങനെ ഉപദേശങ്ങളെ കളിയാക്കി ഉപദേശിക്കുക എന്ന് പറഞ്ഞപ്പോൾ വായാതെ ഒരു പ്രസംഗം. ഞാൻ വെറുതെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ നിന്ന് +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന എത്ര കുട്ടികൾ, എത്ര ആൺകുട്ടികൾ, എത്ര പെൺകുട്ടികൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്? ഒട്ടും വന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ കാണാറുണ്ട്. പക്ഷേ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, എന്താന്ന് നമ്മളെ മകന് പണി? അവനവിടെ ഇരിക്കുന്നുണ്ടാവും, ഓൺലൈൻ ഓണാക്കി അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇന്ന് വാപ്പയും ഉമ്മയും വീട്ടിലില്ല എന്നുള്ളതുകൊണ്ട് ഒന്നുകൂടി സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അത് ഇങ്ങനെയുള്ള സദസ്സൊക്കെ അവർ വരൂല. അതൊക്കെ നിങ്ങളെ പഴയ ആൾക്കാർക്കുള്ളതല്ലേ വയലും പരിപാടിയൊക്കെ. നമുക്കതൊന്നും വേണ്ട. ഈ ചിന്തയാണ് ഒന്ന് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ നമുക്കറിയാം, ലജ്ജ എന്ന് പറയുന്ന, നാണം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ അറിയോ? ലജ്ജ ഇല്ലാതായാൽ വിശ്വാസം ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാകുന്നുവെന്നാണ്. ലജ്ജ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തും പോകും? മതവും പോകും, ദീനും പോകും. അതുകൊണ്ട് തന്നെ ലജ്ജ ഇല്ലാതെയാക്കുന്നു. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്, അതിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്നത് ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ്. പഴയതുപോലെയല്ല പെൺകുട്ടികളുടെ സ്വഭാവം. പെൺകുട്ടികൾക്ക് ഇന്ന് എന്തും ചെയ്യാം, എന്തും പറയാമെന്ന രീതിയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ അധ്യാപകരുണ്ടാവും, അവർക്കതിന് അനുഭവങ്ങളുണ്ടാവും. ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ട്. UP ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് കരയാണ്, മാഷേ ഒരു നിവൃത്തിയില്ല. ഞാൻ നിങ്ങളോട് പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റവാളിയായി പോകും, ഞാൻ നാളെ പ്രതിയാകാൻ പോവുകയാണ്. എന്താ വിഷയം? നമ്മുടെ സ്കൂളിലെ ഇന്ന കുട്ടി ഒരാഴ്ചയായിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഒരു കത്ത് തന്നു, ഞാനത് വാങ്ങിയില്ല. പിന്നെ ആ കത്ത് വേറൊരുത്തൻ്റെ അടുത്ത് കൊടുത്തയച്ചു, ഞാൻ അപ്പോഴും തിരിച്ചു കൊടുത്തു. ഇന്നലെ ബസ്സിൽ നിന്ന് കണ്ടപ്പോൾ വീണ്ടും എന്നോട് സംസാരിക്കാൻ വന്നു, ഞാൻ മുഖം കൊടുത്തില്ല. ഇന്ന് നമ്മുടെ ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് എന്നെ തടഞ്ഞു. ഇനി ഞാനത് നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അവൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്തത് പറയണത്. പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ കഴിയുമോ മാഷേ എന്ന് പറഞ്ഞ് കണ്ണ് പൊത്തി കരയാണ് കുട്ടികൾ. പണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിരുന്നു എന്നതാണ് കംപ്ലൈൻ്റ് എങ്കിൽ, ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പിന്നാലെ ശല്യക്കാരായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വെറുതെ സംഭവിച്ചതാണ് എന്ന് രക്ഷിതാക്കളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ മക്കളിൽ നിന്ന് കൂടൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങളിങ്ങനെ വരുമ്പോൾ, ഞങ്ങൾ കാറിൽ വരുമ്പോൾ ഒന്നിങ്ങനെ ബ്ലോക്കായി നിന്നു. അപ്പോൾ തൊട്ട് മുമ്പിൽ ഒരു ബസ്സുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്നൊരു ഭയങ്കര മുഴക്കം, കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തരിപ്പും. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, എന്താ നമ്മളെ കാറിന് പറ്റിയെന്ന് ചോദിച്ചു. കാറിന് എന്തൊരു പ്രത്യേക സൗണ്ട്? അപ്പോൾ അവൻ പറഞ്ഞത് കാറിന്നല്ല, ഈ തൊട്ട് മുമ്പിലുള്ള ബസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതൊരു ടൂറിസ്റ്റ് ബസ്സാണ്. അതിൽ ഭയങ്കര മ്യൂസിക് ഇട്ടിട്ട് കുട്ടികൾ ബസ് ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പം അതിൻ്റെ സൗണ്ട് തരിച്ചിട്ടാണ് ഈ വണ്ടി ധരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ രൂപത്തിൽ എവിടെ മ്യൂസിക് കണ്ടാലും എത്ര പെട്ടെന്നാണ് അതിനനുസരിച്ച് ഈ സിനിമകളിലൊക്കെ ഉണ്ടാകാറുള്ളത് പോലെ ഇന്ന് നമ്മളെ പുതിയ തലമുറ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് അവർ ഡാൻസ് പഠിച്ചത്? അതാണെന്ന് പെണ്ണെന്ന് വ്യത്യാസമില്ല.
എവിടുന്നാണോ മ്യൂസിക് കേട്ടത് അപ്പൊ ചാടി. അങ്ങനെ DJ പാർട്ടികൾ ഇല്ലാത്ത ഒരു സ്ഥലം എവിടെയാണ് ഇപ്പോൾ? വിവാഹത്തിന്റെ കാര്യം പറയണോ? വിവാഹം കൈവിട്ടു പോയില്ലേ? മാന്യന്മാരായ ആളുകൾക്ക് ഒരു വിവാഹത്തിന്റെ സദസ്സിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നുണ്ടോ? എപ്പോഴാണ് അവിടെ പുക ഉയരുക? എപ്പോഴാണ് അവിടെ നിന്ന് പല്ലക്ക് വരിക? എപ്പോഴാണ് അവിടെ DJ പാർട്ടി ഉണ്ടാവുക? പറയാൻ കഴിയില്ല. എവിടെയും ആഘോഷത്വര ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെ ഏത് രീതിയിലും ആടിത്തിമിർക്കാൻ ഒരു ലജ്ജയുമില്ലാത്ത തലമുറയായി ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ലഹരിയെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ലഹരി എന്ന് പേരിടാതെ മറ്റു പല പേരുകളും ഇട്ടുകൊണ്ട് നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. വിവാഹ സങ്കല്പം ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ ആൺ പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നതാണ് എന്ന് ആർക്കും അറിയാം. എന്നാൽ ഇനി വിവാഹം എന്ന് പറയുമ്പോൾ പുതിയ തലമുറയുടെ മനസ്സിലെന്താ? ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും വിവാഹം കഴിക്കാം. കാരണം ആൺ പെൺ എന്ന രണ്ട് വർഗം മാത്രമല്ല സമൂഹത്തിലുള്ളത്, പല വർഗങ്ങളുണ്ട് എന്നാണ്. പുതിയ സിദ്ധാന്തങ്ങളാണ്. അതാണ് LGBTQIA+++ എന്നൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങൾ. അതാണ് മഴവില്ലാണ് അവരുടെ പതാക, അവരുടെ അടയാളം. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഇതൊന്നും ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള പരിപാടിയല്ല, അത് വേറെ അമേരിക്കയിലോ യൂറോപ്യൻ നാട്ടിലൊക്കെ ഉള്ളതാണ്, ഇവിടെ ഒന്നും ഇല്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതീവ സൂക്ഷ്മമായി നിങ്ങൾ നോക്കൂ. ഇതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയും. കുട്ടികൾ വരുമ്പോൾ മഴവില്ലിൻ്റെ ആ ചിഹ്നം മുഖത്ത് അതിൻ്റെ ചായം തേച്ചുകൊണ്ട് വന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കാരണം ഇതിൻ്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. അവരുടെ ചുമരുകളിൽ ഇതിൻ്റെ പതാക ഒട്ടിച്ചു വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ ആശയത്തിൽ അവർ ആകൃഷ്ടരായിരിക്കുകയാണ്. ആണ് പെണ്ണെന്ന് മാത്രമല്ല, പല ജെൻഡറുകളുണ്ട്. അതാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാകുന്നു എന്ന പുതിയ നയം. ഇതുവരെയുള്ള നയം എന്താ? ജെൻഡർ ബൈ ബർത്തിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. അഥവാ ആൺ പെൺ എന്നത് ഒരാളെ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയും, ലേബർ റൂമിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കും. പ്രസവിച്ച് കുട്ടിയെയും കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ കുട്ടി ആണാ പെണ്ണാന്ന് ചോദിക്കും, അല്ലേ? എന്നാൽ ഇനി മുതൽ എന്തായാലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. മറിച്ച് ആ കുട്ടി വളർന്ന് വലുതായി വന്ന ശേഷം ആ കുട്ടി തീരുമാനിക്കുന്നതാണ് അവൻ്റെ ജെൻഡർ. അവനാണാണ്, എല്ലാം നൽകും ആണാണ്. പക്ഷെ അവൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു 10-15 വയസ്സായിട്ട് ഞാൻ പെണ്ണായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പെണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ എന്ത് ചെയ്യണം? സമൂഹം അവനെ പെണ്ണായി പരിഗണിക്കണം എന്നാണ് നിയമം. അതാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന നയം. ഈ നയവും എവിടെയെങ്കിലും അല്ല ഉള്ളത്. ഇത് നമ്മുടെ ഈ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുള്ളത്. ഇതൊരു സ്കൂളിൻ്റെ മുറ്റമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ജനകീയ ചർച്ച? നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി നമ്മുടെ കുട്ടികളുടെ പാഠ്യപദ്ധതി എങ്ങനെയായിരിക്കണം എന്ന് ചർച്ച ചെയ്യാനും നമ്മളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും വേണ്ടി വെച്ച ഒരു ചർച്ചയായിരുന്നു ഓരോ സ്കൂളുകളിലും PTA വിളിച്ചുകൊണ്ട്. അന്ന് എല്ലാവരും പറഞ്ഞതാണ് ഈ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഈ പിഴച്ച ചിന്ത അതൊഴിവാക്കണം, അത് തെറ്റാണ്. അപ്പോൾ അതെല്ലാവരും കേട്ടു. അതൊക്കെ ഞങ്ങൾ മേൽഘടകത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ട് എന്തേ അവിടെ സംഭവിച്ചു? അതൊന്നും പരിഗണിക്കാതെയാണ് പുസ്തകം ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ പാഠമുണ്ട്. ആ പാഠം കണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിയൊക്കെ എന്താ മനസ്സിലാക്കുക? ആണ് പെണ്ണെന്നുള്ള 2 വർഗ്ഗമല്ല ഇവിടെ ഉള്ളത്, പല വർഗ്ഗങ്ങളുണ്ട്. അത് ലെസ്ബിയൻ ഉണ്ട്, ഗേ ഉണ്ട്, ബൈസെക്ഷൽ ഉണ്ട്, ഇൻ്റർസെക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് എന്നുള്ള. സഹോദരങ്ങളെ, ഇത് നമ്മളത് അങ്ങനെ ഇല്ല. അതൊക്കെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ള ചില വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ചില രോഗാവസ്ഥകളോ ആണത്. അതൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ പരിഹരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർ 6ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കളിയാക്കുകയാണ് ചെയ്തത്. ഇപ്പം എന്തേ സംഭവിച്ചു? ഇപ്പം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നത് ആദ്യത്തെ ദിവസം പ്രഖ്യാപിച്ചത് എന്താ അറിയോ? അദ്ദേഹം പറയാണ് ഇനി അമേരിക്കയിൽ 2 വർഗം മാത്രമേ ഉള്ളൂ, അത് ആണും പെണ്ണുമായിരിക്കും, വേറെ 3ാമത്തെ വർഗം ഉണ്ടാവില്ല. എന്തേ പറയാൻ കാരണം? ഈ LGBTQ ആക്ടിവിസം പിറവി കൊണ്ട രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് അമേരിക്ക. അതിൻ്റെ ബുദ്ധിമുട്ട് അവരുടെ അനുഭവിച്ചപ്പോൾ അവർ നയം മാറ്റണം. ഇപ്പോൾ നയം മാറ്റി പ്രഖ്യാപിക്കുകയാണ്. എന്തേ ട്രംപ് ഈ നയം മാറ്റി പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെയുള്ള ചാനൽ അവതാരകന്മാരൊന്നും അദ്ദേഹം 6ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളാണെന്ന് പറയാത്തത്? അദ്ദേഹം പുരോഗമനം അറിയാത്ത ആളാണെന്ന് പറയാത്തത്? അമേരിക്ക ഇന്ന് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. അമേരിക്ക ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. അങ്ങനെ അമേരിക്കയുടെ അമ്മിക്കടിയിൽ തന്റെ ബുദ്ധി പണയം വെച്ചവരെ പേരാണോ കേരളക്കാരെന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത്? അങ്ങനെയല്ല. അവരെ പലതും പറയാനോ, പക്ഷെ ഇപ്പൊ പറഞ്ഞത് സത്യമാണ്.
ഈ കാര്യത്തിൽ പറഞ്ഞത്. അതെന്തിയേ? അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച സർട്ടാവ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് 2 വർഗ്ഗേ ഉള്ളൂ. അതിലേക്ക് മടങ്ങുകയാണ് ലോകം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹ സങ്കല്പം തന്നെ ഇന്ന് അട്ടിമറിക്കുന്ന ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത്, ഇതൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടിലില്ല, ഈ ചിന്തയൊന്നും ഇല്ല. ആര് പറഞ്ഞു? നിങ്ങളിപ്പോൾ ഈ വന്ന ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ, ഉമ്മമാരുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളെ മോളോട് ചോദിച്ചു നോക്കി, ഡിഗ്രിക്ക് പഠിക്കുന്ന മോളോട് ചോദിക്കും, മോളെ നിനക്ക് നല്ലൊരു കല്യാണം വരുന്നുണ്ട്, ഒന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഈ ഡിഗ്രി കഴിയട്ടെ അറിയും. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ചോദിച്ചാലോ, PG കഴിയട്ടെ അറിയും. PG കഴിഞ്ഞിട്ട് ചോദിച്ചാലോ, അത് ട്രെയിനിങ് കൂടി ഉണ്ട്, അതും കൂടി കഴിയട്ടെ അറിയും. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചോദിച്ചാലോ, ഒരു ജോലി ആകട്ടെ, എന്നിട്ട് ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം, എന്നിട്ട് പറ്റുള്ളൂ. ഇനി അതും കാത്തുനിന്ന് ജോലി ആയാലോ? ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്, ഒന്നുകിൽ ഞാനിപ്പോൾ ഒരു ആണിനെ തന്നെ കെട്ടണോ അതോ ഞാൻ പെണ്ണിനെ കല്യാണം കഴിക്കണോ എന്നപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വെറുതെ പറയല്ല. മലപ്പുറം ജില്ലയിൽ പർദ്ദട്ട് 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്, ഇപ്പോൾ ലെസ്ബിയൻസായിട്ട്. നിങ്ങൾ മീഡിയകൾ കണ്ടിട്ടില്ല, ഒന്നിലധികം സംഭവങ്ങളുണ്ട്. അങ്ങനെ ചിന്ത പോണത്. അല്ലെങ്കിലോ, എനിക്ക് കുടുംബജീവിതം ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക. എന്നാൽ നടക്കേണ്ടതൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ വിവാഹം കഴിക്കൂല. ഈ സംസ്കാരം നടക്കുന്നത്. ഇത് ചില്ലറ വിഷയമല്ല, ഇതൊരു സുപ്രഭാതത്തിലുണ്ടായ കാര്യമല്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പം എന്താ ഇപ്പം എല്ലാവരും മനസ്സിൽ ഉയർന്നൊരു കാര്യം, രക്ഷിതാക്കളൊക്കെ മനസ്സിൽ എന്താ മൗലവി ചെയ്യുക, കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇപ്പം നമ്മളൊക്കെ അത് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളൊന്നും കാലമല്ലല്ലോ ഇപ്പോൾ ഇതിപ്പോൾ പുതിയ തലമുറയല്ലേ. അതുകൊണ്ട് നമ്മളെ കാലത്തെ പോലെ ഇപ്പം കാണാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇങ്ങനെ എത്രേ, അങ്ങനെ പറയാം, ഇപ്പം ഇങ്ങനെ എത്രേ അല്ലേ. അപ്പം അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക. അപ്പം രക്ഷിതാക്കളും നിസ്സഹായരായി പോകുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇത് എവിടേക്കാ പോക്ക് എന്നറിയോ? നമ്മളെ ഒരു മുസ്ലിം കുട്ടിയോട് വന്നിട്ട് പടച്ചോനൊന്നും ഇല്ല എന്ന് ഒരാൾ നേരിട്ട് പറഞ്ഞാൽ അവ അംഗീകരിക്കൂല. കാരണം അവ മദ്രസയിൽ പഠിച്ചതാണ്, ഒരു മുസ്ലിം വീട്ടിൽ ഇതൊക്കെ കണ്ട് വളർന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യൂല, കേൾക്കൂല. ഇസ്ലാം മതം തെറ്റാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല. ഖുർആനും തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കൂല. അങ്ങനെ നേർക്കുനേരെ പറഞ്ഞാൽ മതം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല. അല്ലല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല. അപ്പം അതുകൊണ്ട് ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് ലിബറലിസത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കുട്ടികളെ മതനിഷേധികളാക്കി മാറ്റുക, മതനിരാസത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുന്ന പുതിയ തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ? ഇവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും തീ കൊടുക്കുക. നേരത്തെ പറഞ്ഞില്ലേ, മൈ ബോഡി മൈ റൈറ്റ്, എനിക്ക് 18 വയസ്സായി, എൻ്റെ കാര്യം ആരും നോക്കണ്ട. ഈ ചിന്ത അങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ട് ഇവർ തോന്നിയതൊക്കെ ചെയ്യും. ഇവർ ലഹരി ഉപയോഗിക്കും, അതുപോലെ തോന്നിയതിൻ്റെ കൂടെ പ്രണയിച്ചു പോകും, ഇനി പിന്നെ എല്ലാം വേണ്ടാത്തതും ചെയ്യും. അപ്പം ആരിടപെടും? കുടുംബം ഇടപെടും, മഹൽ ഇടപെടും, അല്ലേ, മൗലവി ഇടപെടും, മുസ്ലിയാർ ഇടപെടും. ഇങ്ങനെ പാടില്ല, ഈ മഹലിൽ പാടില്ല. അപ്പം ഇവരെന്തു പറയും? എൻ്റെ ഇച്ഛക്ക് പറ്റാത്തത് എൻ്റെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതിന് വാപ്പയാണ് എതിര് നിൽക്കുന്നതെങ്കിൽ ആ വാപ്പാനെ ഞാൻ അംഗീകരിക്കില്ല. ഉമ്മയാണ് എതിര് നിൽക്കുന്നതെങ്കിൽ ആ ഉമ്മയെ ഞാൻ അംഗീകരിക്കില്ല. ഈ മഹല്ല് കമ്മിറ്റിയാണ് എതിര് നിൽക്കുന്നതെങ്കിൽ ആ മഹല്ലിനെ ഞാൻ അംഗീകരിക്കില്ല. ഇവരൊക്കെ എതിര് നിൽക്കാൻ കാരണം അവര് പറയുന്ന മതമാണ് എങ്കിൽ ആ മതവും എനിക്ക് വേണ്ട. സ്വർഗമാണ് നരകമാണ് പറയുന്നതെങ്കിൽ ആ സ്വർഗത്തിലും നരകത്തിലും എനിക്ക് വിശ്വാസമില്ല. ഇപ്പം എന്താ ഇയാള് ദൈവത്തിന് ശരിയായോ ആയില്ലേ? നേർക്ക് നേരെ പറയുന്നതിന് പകരം ഇവരെ എല്ലാ ഇച്ഛകളോട് തുറന്നു വിട്ടിട്ട് അതിനാര് നിയന്ത്രിക്കുന്നുവോ അപ്പം ആ നിയന്ത്രിക്കുന്ന സംവിധാനത്തോട് സ്വാഭാവികമായി ഇവർക്ക് എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. അങ്ങനെയാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് പ്രത്യേക ഗ്രൂപ്പ്, പ്രത്യേക രീതി. ഓർത്തു വെച്ചോ, ഈരാറ്റുപേട്ടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മഹാഭൂരിപക്ഷം മുസ്ലിം വീടുകളുള്ള, മുസ്ലിം സമുദായമുള്ള ഒരു നാട്ടിൽ നിന്നാണ്. പള്ളികൾ കൊണ്ട് നിബിഡമായ ഒരു നാടാണിത്. എന്താ, മുസ്ലിം സംഘടനകൾ കൊണ്ട് സമ്പന്നമായ ഒരു നാടാണിത്. എന്നാൽ ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ നമ്മൾ എത്രത്തോളം അഡ്രസ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ തലമുറയെ ബോധ്യപ്പെടുത്താൻ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യഗൗരവത്തോടു കൂടിയുള്ള ചിന്ത നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഈ ഫാമിലി കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് സുഹൃത്തുക്കളെ.